എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറി 7 സെൻറ്റ് സ്ഥലത്ത് 2000 ചില്ലാനം സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂമുള്ള ഈ കാണുന്ന വീട് വിൽപ്പനക്ക്. അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. വീടുമ്പോൾ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ അപ്സ്റ്റെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫ്രണ്ട് സൈഡ് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഫ്ലോറിൽ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കാര്യങ്ങളുണ്ട്. ഇത് പഴയ കിണറായിരുന്നു, അപ്പോൾ അത് മൂടിയിട്ട് ഇത് ടാങ്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാണ്. ഫ്രണ്ട് സൈഡ് ഇതാണ്. എൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു മാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സെപ്പറേറ്റ് സ്റ്റെയർ വരുന്ന ഭാഗമാണ്. ഇതിൻ്റെ അപ്സ്റ്റെയർ ഭാഗങ്ങൾ ഇതാണ്. ഫ്രണ്ട് റൂഫ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ടോപ്പ് സൈഡിൽ 2 ബെഡ്റൂമും കാര്യങ്ങളാണ്. ഗ്രൗണ്ടിൽ 3 ബെഡ്റൂം കാര്യങ്ങളാണ് ഉള്ളത്. ബാക്ക് സൈഡ് ഈ കാണുന്നതാണ്. ബാക്ക് സൈഡിലൊരു തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കത്തിക്കാനും പിടിക്കാനൊക്കെ ഈ ഭാഗത്താണ് ഉപയോഗിക്കുന്നത്. ബാക്ക് സൈഡിലൊരു കിണറുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കിണർ. വെള്ളം അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ്, തരക്കേടില്ല. മോട്ടർ കാര്യങ്ങൾ. ഒരു സൈഡ് ഭാഗം ഇതാണ്. സിറ്റ് ഔട്ട് കാര്യങ്ങൾ ഗ്രാനൈറ്റാണ് ചെയ്തേക്കുന്നത്. വേറെ ഭിത്തികൾക്ക് ക്രാക്കോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ലീക്കേജ് ഇതൊന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഡോറ് കാര്യങ്ങൾ ജനല എല്ലാനും ടീക്ക് വുഡാണ് ഉപയോഗിച്ചത്. തേക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിന് 2 ഡോറാണ് സെക്ഷൻ വരുന്നത്. ഔട്ട് സൈഡിൽ നിന്നും ഉണ്ട്, അതേപോലെ തന്നെ ഇൻസൈഡും ഡോറുണ്ട്. ഡബിൾ സൈഡ് ഡോറാണ് വന്നേക്കുന്നത്. ഉൾഭാഗം ഭിത്തിക്കൊന്നും വലിയ ക്രാക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ലീക്ക് കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഷോക്കേസ് കാര്യങ്ങൾ. ഇത് ഡൈനിങ്. ഓപ്പൺ കിച്ചണാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ് ഡോറ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് തേക്കിൻ്റെയാണ്. ഇത് ഒരു വാഷിംഗ് മെഷീൻ വെക്കുന്ന ഒരു സ്പേസ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കാര്യങ്ങളുണ്ട്. ബാത്റൂമൊക്കെ പക്കാ നീറ്റാണ്ടാവും. അത് നീറ്റ് ബാത്റൂം കാര്യങ്ങളാണ്. ഔട്ട് സൈഡ് വരുന്ന ഭാഗം ഇതാണ്. ഈ കാണുന്ന കേട്ടോ മാസ്റ്റർ ബെഡ്റൂം. AC-യുടെ പോയിന്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ വീതി നീളം ഈ കാണുന്നതാണ്. ഈ റൂം ഏകദേശം 12-14 വരും കേട്ടോ. ഇതിൻ്റെ വീതി നീളം. ഇതിൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങളാണ്. സ്ലൈഡിങ് ടൈപ്പ് ബാത്റൂം കാര്യങ്ങൾ വരുന്നതാണ്. ക്ലോസറ്റ് ഭാഗങ്ങളൊക്കെ ഈ സൈഡിലാണ് വരുന്നത്. ഇതൊരു വാഷ് ബേസിൻ ഏരിയയാണ്. നമുക്ക് അടിയിൽ ഇൻവെർട്ടറിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പേസ് ഇതാണ്. അടുത്ത ബെഡ്റൂം ഈ കാണുന്നതാണ്. ഇതിൻ്റെ വീതി 12-10 വീതി നീളം കാര്യങ്ങൾ 12-10 ഉപയോഗിച്ചിരുന്നത്. ബാത്റൂം വാട്ടർ ഹീറ്ററിൻ്റെ എല്ലാം ലൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ക്ലോസറ്റ് വന്നേക്കുന്നത് വാൾ മൗണ്ടാണ്. അടുത്ത ബെഡ്റൂം ഇതാണ്.
ഇതിൽ ബാത്ത് അറ്റാച്ച് അല്ല, നോർമൽ ടൈപ്പ് റൂമാണ്. ഈ റൂമിൽ വാൾഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇത് 10x12 ഇതിൻ്റെ വീതി നീളവും വരുന്നത്. സൈഡൊക്കെ നോക്കിയോ, ക്രാക്ക് കാര്യങ്ങൾ, ലീക്കേജ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോക്കിക്കോട്ടോ. അപ്സ്റ്റെയർ ഭാഗമാണ്. സ്റ്റെയറിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ, ക്രാക്ക് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന്. കയറുവശമെല്ലാം തന്നെ ഫ്രണ്ട് ഭാഗം ഓപ്പൺ സ്പേസ് ആണ്. മുകളിൽ ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ അപ്സ്റ്റെയറിലോട്ടുള്ള സ്റ്റെയർ കാര്യങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ ഇവിടെ 2 റൂമും കാര്യങ്ങളും ഉണ്ട്. ഇത് നമുക്ക് റെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം. സെയിം ഏകദേശം അതിൻ്റെ ഒരു ചെറിയ മാതൃകയാണ്, താഴത്തുള്ളതിൻ്റെ ഒരു ചെറിയൊരു മാതൃകയാണ്. ഇതിൻ്റെ റൂം കിച്ചൺ കാണിച്ചു തരാം. കിച്ചൺ വന്നിരുന്ന ഇതാണ്. ഫ്രണ്ട് ഭാഗം ഓപ്പൺ സ്പേസ് ആണ്. മുകളിൽ ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ അപ്സ്റ്റെയറിലോട്ടുള്ള സ്റ്റെയർ കാര്യങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ ഇവിടെ 2 റൂമും കാര്യങ്ങളും ഉണ്ട്. ഇത് നമുക്ക് റെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം. സെയിം ഏകദേശം അതിൻ്റെ ഒരു ചെറിയ മാതൃകയാണ്, താഴത്തുള്ളതിൻ്റെ ഒരു ചെറിയൊരു മാതൃകയാണ്. ഇതിൻ്റെ റൂം കിച്ചൺ കാണിച്ചു തരാം. കിച്ചൺ വന്നിരുന്ന ഇതാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ ഏരിയ ആണ്. അതിൻ്റെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും ഡ്രൈനേജിൻ്റെ എക്സിറ്റ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇവിടെ ഫ്രിഡ്ജിൻ്റെ പോയിൻറ്റും കാര്യങ്ങളും ഉണ്ട്. പ്യൂരിഫയർ കാര്യങ്ങൾ ഇതെല്ലാം പവർ പ്ലഗ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസും കാര്യങ്ങൾ ഈ കാണുന്നതാണ്. ഇതാണ് അടുത്ത ബെഡ്റൂം. ഈ റൂമിൻ്റെ വീതിയും നീളവും വരുന്നത് 12.5 10.5 എന്നുള്ള അളവിലാണ്. എൻ്റെ ബാത്റൂം ഇതാണ്. അടുത്ത റൂം ഇതാണ്. ഇതിൻ്റെ വീതി നീളം വരുന്നത് 12.10 ആണ്. വേറെ മോൾ ഭാഗത്ത് വേറെ പൊട്ടലുകൾ അതേപോലെ തന്നെ ലീക്കേജ് കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഏറ്റവും ടോപ്പിലായിട്ടുള്ള സ്റ്റെയർ ഇതാണ്. ടോപ്പിൽ 3 ടാങ്ക് കാര്യങ്ങളാണ് വരുന്നത്. ചുറ്റളവൊക്കെ നോക്കിയോ, നല്ല തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീട്ടിലുള്ള ഫുൾ ഫർണിഷ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീട് കൊടുക്കുന്നത്. ഇത് 2000 ചില്ലാനം സ്ക്വയർ ഫീറ്റ് വരുന്നു. ഈ ഷീറ്റ് ഇടാത്ത ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് 2000 ചില്ലാനം സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ ഷീറ്റ് ഇട്ട ഭാഗം മാത്രം ഏകദേശം 400 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. അപ്പോൾ 7 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 2000 ചില്ലാനം സ്ക്വയർ ഫീറ്റ്, 2050 60 വരുന്ന ഈ ഭാഗത്തുള്ള സ്ക്വയർ ഫീറ്റ് കൂടാതെ 400 സ്ക്വയർ ഫീറ്റ് ഈ ഷീറ്റിട്ട ഭാഗവും കൂടിയിട്ട് 67 ലക്ഷത്തിനാണ് പാർട്ടി ചോദിക്കുന്നത്. ഇതിൽ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതിൽ ഒരു കബോർഡ് മാത്രമേ അവർ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസുകളും ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തു.